ജലന്ധർ മിഷൻ രൂപതയിൽ അനുഭവിച്ച പീഡനങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു കന്യാസ്ത്രീ രംഗത്ത് വന്നതോടെയാണ് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങിയത്. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിന്റെ തുടർ നടപടിക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഇതേ തുടർന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ക്രൂരതകൾക്ക് ഇരയായ സിസ്റ്റർ റാണിറ്റ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബലാത്സംഗം, പ്രകൃതിവിരുദ്ധ പീഡനം, അന്യായമായി തടവിൽ വയ്ക്കൽ, അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ 6 വകുപ്പുകളാണ് ഫ്രാങ്കോ മുളയ്ക്കൽക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം. കേസിൽ കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങളോളം തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് ആരോപിച്ചാണ് ജലന്ധർ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീ രംഗത്തെത്തിയത്. ബിഷപ്പിനെതിരെ നടപടി വൈകുന്നതിനെ തുടർന്ന് ഒരു കൂട്ടം കന്യാസ്ത്രീമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. 2022 ജനുവരി 14 ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിന്റെ വിധി വന്നത്. എന്നാൽ വിധിയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ബിഷപ്പ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനായി അന്ന് പ്രതിഭാഗം കണ്ടെത്തിയ കാരണങ്ങൾ നിരവധിയായിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ നൽകിയ വിവിധ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടത്. ബലപ്രയോഗം നടത്തിയെന്ന ആദ്യ മൊഴിയിലില്ല. പിന്നീട് പരിശോധിച്ച ഡോക്ടറോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തതിനാൽ എന്ന വിശദീകരണം മുഖവിലയ്ക്ക് എടുക്കാനാകില്ലെന്നും കോടതി അന്നത്തെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. 21 പോയിന്റുകൾ അക്കമിട്ട് നിരത്തിയാണ് കന്യാസ്ത്രീയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇരയുടെ മൊഴി മാത്രം കണക്കിലെടുക്കാൻ കഴിയില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു. ഇരയുടെ മൊഴിക്ക് പുറമെ കേസ് തെളിയിക്കുന്നതിന് ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രതിഭാഗം സമർപ്പിച്ച രേഖകൾ കേസ് സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്നുവെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ ആദ്യ മൊഴിയിൽ 13 തവണ ലൈംഗിക പീഡനം നടന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ബിഷപ്പുമാർക്കടക്കം ആദ്യം നൽകിയ പരാതിയിൽ ശാരീരിക പീഡനം നടന്നതായി ആരോപിച്ചിട്ടില്ലെന്നും അശ്ലീല ചൊവ്വയുള്ള സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് മാത്രമാണ് വ്യക്തമാക്കിയതെന്നും എന്നാൽ ശാരീരിക പീഡനം നടന്നെന്ന് മൊഴി നൽകിയ തീയതികൾക്ക് ശേഷമാണ് ഈ പരാതികൾ നൽകിയിരിക്കുന്നതെന്നും കണ്ടെത്തുകയായിരുന്നു. കൂടാതെ കന്യാസ്ത്രീയുടെ മൊഴിയെ സാധൂകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയിരുന്നു. അത് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് സഹായകരമായിരുന്നു. കന്യാസ്ത്രീയുടെ മൊഴിയെ മാത്രം ആശ്രയിച്ചാണ് പോലീസ് മുന്നോട്ടു പോയത്. 13 തവണയും പീഡനം നടന്നത് കോൺവെന്റിലെ 20-ാം നമ്പർ മുറിയിൽ വെച്ചാണെന്നാണ് കന്യാസ്ത്രീ പറയുന്നത്. ബിഷപ്പുമായി അവിടെ വെച്ച് മൽപ്പിടുത്തമുണ്ടായി എന്നും പറയുന്നു. അത് ആരും കേട്ടില്ല എന്നും പറയുന്നു. മാത്രവുമല്ല, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുറിക്ക് വെന്റിലേഷൻ ഉണ്ട്, തൊട്ടടുത്ത ഓൾഡ് ഏജ് ഹോമുണ്ട്. കോൺവെന്റിലെ തൊട്ടടുത്ത മുറിയിൽ ആളില്ലായിരുന്നു എന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനായില്ല എന്നും കോടതി വ്യക്തമാക്കി. കന്യാസ്ത്രീയുടെ മൊഴിയിൽ നിന്നും വിരുദ്ധമായ മൊഴികളാണ് മഠത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു സാക്ഷി നൽകിയത്. ഇതോടെ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയായിരുന്നു. കന്യാസ്ത്രീയുടെ മൊബൈലും ലാപ്ടോപ്പും കേസിൽ പ്രധാനപ്പെട്ട തെളിവുകളാണ്. ബിഷപ്പ് പലതവണ രാത്രി കന്യാസ്ത്രീക്ക് മെസ്സേജ് അയച്ചതായി പറയുന്നുണ്ട്. ആ മെസ്സേജ് വന്ന ഫോൺ പിടിച്ചെടുത്ത് പ്രധാനപ്പെട്ട തെളിവായി ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ബിഷപ്പിന്റെ ശല്യം സഹിക്കവയ്യാതായതോടെ മൊബൈൽ ഫോണും സിം കാർഡും വീട്ടിലേക്ക് അയച്ചു കൊടുത്തെന്നും പിന്നീട് വീട്ടുകാർ അത് ആക്രിക്കാർക്ക് വിറ്റെന്നുമാണ് കന്യാസ്ത്രീ മൊഴിയിൽ പറഞ്ഞത്. മാത്രവുമല്ല, ഫോണിൽ വന്ന സന്ദേശങ്ങൾ ലാപ്ടോപ്പിലേക്ക് മാറ്റിയതായി പറയപ്പെടുന്നു. ആ ലാപ്ടോപ്പ് പിടിച്ചെടുക്കാനോ ഡിജിറ്റൽ തെളിവുകൾ പ്രധാന തെളിവായി ഹാജരാക്കാനോ സാധിച്ചില്ല. ലാപ്ടോപ്പ് കേടായി പോയി എന്ന് പിന്നീട് പറയുന്നു. ഡിജിറ്റൽ തെളിവുകൾ നഷ്ടമായത് ചെറിയ കാര്യമായി കാണാനാകില്ല. കൂടാതെ മെഡിക്കൽ റിപ്പോർട്ടിലും തിരുത്തലുകൾ സംഭവിച്ചതായി അന്ന് കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കന്യാസ്ത്രീ ബിഷപ്പിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. വളരെ സൗഹൃദപരമായാണ് അന്ന് മെസ്സേജ് അയച്ചത്. ബിഷപ്പിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് കത്തിൽ ചോദിക്കുന്നുണ്ട്. അതിന്റെ പകർപ്പുകൾ പ്രതിഭാഗം അന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു.
സംഭവത്തിന് ശേഷം തന്റെ ഒരു ലേഖനം കന്യാസ്ത്രീ ബിഷപ്പിനെ കൊണ്ട് തിരുത്തിച്ചിട്ടുമുണ്ട്. ഈ മെയിലുകൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് സംഭവം നടക്കുന്നത് 2014 മുതൽ ആണെങ്കിൽ 2016 മാർച്ച് വരെയും ഇരുവർ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബിഷപ്പും കന്യാസ്ത്രീയും പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഇരുവരും വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്നതായി വീഡിയോയും ചിത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ബലാത്സംഗത്തിന് ഇരയായതിന്റെ ട്രോമയിലാണെങ്കിൽ എങ്ങനെ ബിഷപ്പിനോട് സൗഹാർദ്ദത്തോടെ ഇടപെടാനാകുമെന്നാണ് ആ സമയത്ത് കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീയുടെ മൊഴിയും പ്രോസിക്യൂഷന്റെ ആരോപണവും പൂർണ്ണ വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു. കന്യാസ്ത്രീയുടെ ബന്ധു നൽകിയ പരാതിയും കോടതി പരിഗണനയിലെടുത്തു. പരാതി നൽകുന്നതിൽ വന്ന കാലതാമസം വിശദീകരിക്കാൻ പരാതിക്കാരിക്ക് വ്യക്തമായി സാധിച്ചില്ലെന്ന കണ്ടെത്തലുണ്ടായിരുന്നു. 2022 ജനുവരിയിൽ വിധി വന്നതിന് ശേഷം ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടതിനെതിരെ കന്യാസ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു. വിധിക്കെതിരെ കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. അപ്പീൽ നൽകിയതിന് പിന്നാലെ ഹൈക്കോടതി ബിഷപ്പിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജിക്കത്ത് വത്തിക്കാൻ സ്വീകരിച്ചു. അച്ചടക്ക നടപടിയെന്ന് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വ്യക്തമാക്കുകയും ചെയ്തു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ കന്യാസ്ത്രീകൾ നിലപാടുമായി മുന്നോട്ടു പോയി. വിധി വന്ന് 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സിസ്റ്റർ റാണിറ്റ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് സിസ്റ്റർ റാണിറ്റ് തന്റെ മുഖം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ഇനി സ്വന്തം മുഖത്തോടെ പോരാടാമെന്ന ഉറച്ച തീരുമാനത്തിന് പിന്നിൽ സർക്കാർ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന തീരുമാനമാണെന്ന് പറയാനും സിസ്റ്റർ റാണിറ്റ് മടിച്ചില്ല. മാത്രവുമല്ല, സഭയ്ക്കെതിരെ പോരാട്ടം തുടങ്ങിയപ്പോൾ ഒറ്റപ്പെട്ടു പോയ കന്യാസ്ത്രീകൾക്ക് സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് അനുവദിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ അതിജീവിതകൾക്കൊപ്പം ശക്തമായി നിൽക്കുന്നതും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതും കത്തോലിക്ക സഭയുടെ എതിർപ്പ് സർക്കാരിന് നേരെ തിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ സഭയുടെ എതിർപ്പോ മറ്റു പ്രമുഖരുടെ എതിർപ്പോ ഒന്നും പീഡനത്തിന് ഇരയാകുന്നവർക്കൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ സർക്കാർ മുഖവിലക്കെടുക്കാറില്ല. എന്നും അതിജീവിതകൾക്കൊപ്പം നിൽക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നിയോഗിച്ച പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ മുൻ നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിലൂടെ വർഷങ്ങളായി ചൂഷണം അനുഭവിക്കുന്ന അതിജീവിതകളായ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.